ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജുക്കി മെഷീനിൽ എങ്ങനെയാണ് നൂലിടുന്നത്, ജുക്കി മെഷീൻ്റെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ കാണിച്ച പോലെ 11 സ്ഥലത്താണ് നൂലിടുന്നത്. ആ ആരോ മാർക്ക് വരുന്നത് പോലെ ടെൻഷൻ സെറ്റിൽ നിന്ന് നേരെ മേലെ നൂല് മേലോട്ടും താഴോട്ടും ആവുന്ന അതിലേക്ക് ചുറ്റിയതിൻ്റെ ശേഷം തൊട്ട താഴെ ഇറക്കിയിട്ട് പിന്നെ സൂചിയിലേക്കാണ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ നൂല് വരേണ്ടത്. കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള വേ ആണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നു ജുക്കി മെഷീൻ വാങ്ങി അതിലെങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. പിന്നെ നമുക്ക് അതിൽ വരുന്നത് ഒരു മോട്ടറാണ്. ഈ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആക്സിലേറ്റർ കൊടുത്തതിനനുസരിച്ചാണ് മോട്ടർ മൂവ് ചെയ്യുക. നമ്മൾ സ്പീഡ് ചവിട്ടി കഴിഞ്ഞാൽ മെഷീന് സ്പീഡായിട്ട് വർക്ക് ചെയ്യും. പതുക്കെ ആണെങ്കിൽ വളരെ പതുക്കെയാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ആക്സിലേറ്റർ വരുന്നത്. അത് ചവിട്ടിനനുസരിച്ചാണ് അത് മൂവ് ആവുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ സ്വിച്ചാണ്. ഓണും ഓഫ് പറഞ്ഞിട്ട് ഇതുപോലെ റെഡും ഗ്രീനും ഉണ്ട്. അപ്പോൾ ഗ്രീൻ അമർന്ന് നിന്നാൽ ഓണും, റെഡ് പൊന്തി വരികയാണെങ്കിൽ അത് ഓഫുമാണ്. പിന്നെ ഈ മെഷീനിൽ 23 വരെ സൂചി നമുക്ക് ഇടാം. സൂചി ഇതുപോലെയാണ് ഇടുന്നത്. ഇത് സൂചിക്കാലാണ്. സൂചിക്കാലിൽ നമ്മളൊരു പഴയ മെഷീൻ്റെ ഊരിയതാണ്. അപ്പോൾ 23 സൂചി വരെ ഇതിലിടാം. നമുക്ക് സാധാരണ ഡ്രസ്സ് അടിക്കാനാണ് ഈ മെഷീൻ അധികം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു 16, 18 ആ ഒരു ലെവലിലുള്ള സൂചി മതി. പിന്നെ പ്ലേറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഹോളൊക്കെ ചെറുതാണ് വരുന്നത്, ആ സൂചി ഇറങ്ങാനുള്ള ഒരു പാകത്തിന്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പ്ലേറ്റും സൂചിയൊക്കെ വലുതാക്കണമെങ്കിലും വലുതാക്കും ചെയ്യാം. സാധാരണ നോർമലി നമുക്ക് ഡ്രസ്സ് അടിക്കാൻ ആ ഒരു ടൈപ്പ് മതി. പിന്നെ നമുക്ക് വരുന്നത് ഷട്ടിൽ. ഈ ടൈപ്പാണ് ഇതിൻ്റെ ഷട്ടിൽ വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഷട്ടിലാണ് വരുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഷട്ടിലിൻ്റെ ടൈമിങ് എങ്ങനെയാണ്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ ചവിട്ടികളാണ്. ചവിട്ടികൾ പറഞ്ഞാൽ ഈ വീതിയിലുള്ള ഏത് ചവിട്ടിയും ഈ മെഷീന് സെറ്റാവും. അപ്പോൾ നിങ്ങൾക്ക് അത് ഏത് ടൈപ്പ് ചവിട്ടി വേണമെങ്കിലും ഇതിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് പല്ലുകളാണ്. പല്ല് 2 ടൈപ്പാണ് വരുന്നത്. നമ്മളെ ഈ വലത് കയ്യിൽ കാണിക്കുന്ന പല്ല് ആണെങ്കിൽ നമുക്ക് ഈ പ്ലേറ്റാണ് വരിക. അപ്പോൾ ഈ പ്ലേറ്റിൽ വരുന്ന പല്ല് എന്ന് പറയുമ്പോൾ ഡ്രസ്സ് അടിക്കാനൊക്കെയാണ് കൂടുതൽ യൂസ്. പിന്നെ ഡ്രസ്സൊന്നുമല്ല, നിങ്ങൾ കുറച്ച് കട്ടിയുള്ളതൊക്കെയാണ് അടിക്കണമെങ്കിൽ ഈ 3 പില്ലുള്ള പല്ലും യൂസ് ചെയ്യുക. പക്ഷേ അതിന് നിങ്ങൾ പ്ലേറ്റ് മാറ്റണം. പിന്നെ നമുക്ക് വരുന്നത് ഒരു ടെൻഷൻ സെറ്റാണ്. ടെൻഷൻ സെറ്റിൻ്റെ വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെയിം ടെൻഷൻ തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ